കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ പ്രവഹിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകയും സിനിമാ നടിയുമായ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രാഹുലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ മറ്റു ചില യുവതികൾ കൂടി ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ തങ്ങളോട് വളരെ മോശമായാണ് പെരുമാറിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വാട്സപ്പ് ചാറ്റുകളും മറ്റും ഈ യുവതികൾ പരസ്യമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന മറ്റൊരു ആരോപണവും ഉയർന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു മുൻ എംപിയുടെ മകളെ പ്രണയിച്ചുവെന്നും പിന്നീട് ജാതിയുടെ പേര് പറഞ്ഞ് രാഹുൽ പിൻവാങ്ങിയെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതിനു പുറമെയാണ് രാഹുൽ തന്നെ ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യണമെന്നാവശ്യപ്പെട്ടതായും ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ വെളിപ്പെടുത്തൽ. ഈ ആരോപണങ്ങൾ മഞ്ഞുമലയുടെ മേൽത്തുമ്പ് മാത്രമാവാനാണ് സാധ്യത. ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളതെന്ന് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എന്തോ മഹാകാര്യമെന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ രാജി കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ഒരു സെക്സ് മാനിയക്കാണെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന വ്യക്തി എംഎൽഎ ആയി തുടരുന്നതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എംഎൽഎ ആയി തുടരാനുള്ള ഒരു യോഗ്യതയും രാഹുലിനില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി സർക്കാർ ഒത്തുകളിക്കുകയാണ്. തന്നെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ രാഹുലിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നടപടിയെടുക്കാൻ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണത്രേ. CPM-കാർ പ്രതികളാകുന്ന പല കേസുകളിലും പോലീസ് പ്രയോഗിക്കുന്ന അടവ് നയമാണിത്. രാഹുലിനെ രക്ഷിക്കാനാണ് ഈ നിയമോപദേശം തേടൽ. ഇതിന് വിരുദ്ധമായ ചില CPM നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇടതുപക്ഷത്തിലും മാങ്കൂട്ടമുണ്ടല്ലോ സർക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരക്കാർ.